ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ശിശുക്കളിൽ ഉണ്ടാകുന്ന വികാസം, അല്ലെങ്കിൽ ശിശുക്കളുടെ വളർച്ച എപ്രകാരമാണ്, അതുപോലെ തന്നെ ശിശുക്കളുടെ വികാസം എപ്രകാരമാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് വരുന്നതാണ് ശിശു വികാസം എന്ന് പറഞ്ഞ യൂണിറ്റിനകത്ത് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു കൊച്ചിൻ്റെ അമ്മ പറയുന്ന ഒരു കോട്ടാണ് ആദ്യമേ തന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്ത്. എന്താണ്? എൻ്റെ മകൾ ലാസിമ എപ്പോഴും കളിയാണ്, പഠിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഒരു 2ാം ക്ലാസ്സുകാരെ കുറിച്ചുള്ള അമ്മയുടെ പരാതിയാണിത്. കണ്ടോ, ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ പറ്റിയുള്ള അമ്മയുടെ വേവലാതിയാണ്. ഒരു സിവിൽ സർവീസിന് എക്സാം എഴുതാൻ പോകുന്ന കൊച്ചിൻ്റെ വേവലാതി പോലെയാണ് അമ്മ കിടന്ന് ടെൻഷൻ അടിക്കുക. എന്താണ്? എൻ്റെ മകൾ ലാസിമ എപ്പോഴും കളിയാണ്, പഠിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നേ ഇല്ല. 8ാം ക്ലാസ്സുകാരെ കുറിച്ചുള്ള ഒരു അമ്മയുടെ പരാതി ശ്രദ്ധിക്കുക. എപ്പോഴും കൂട്ടുകാരികളെക്കുറിച്ച് പറയാൻ താല്പര്യം കാണിക്കുന്നു. അച്ഛനമ്മമാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നേ ഇല്ല. ചിലപ്പോൾ സ്വപ്ന ലോകത്തെന്ന പോലെ പെരുമാറുന്നു. അതായത് 2ാം ക്ലാസ്സിലുള്ളൊരു കൊച്ചിന് കളിക്കാൻ താല്പര്യവും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് കൂട്ടുകൂടാൻ അല്ലെങ്കിൽ കൂട്ടുകാരെക്കുറിച്ച് പറയാനും മാതാപിതാക്കളിൽ നിന്ന് അകലുവാനും ഏകദേശം ഒരു നമ്മുടെ കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു കൊച്ചിൻ്റെ ഒരു പ്രകൃതമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും കണ്ടോ, സ്വപ്ന ലോകത്തെ പോലെ പെരുമാറുന്നു. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു 2ാം ക്ലാസ്സിലും ഒരു 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള താരതമ്യം ഇവിടെ കൊടുത്തത്. അതായത് ഇവിടെ പറയുന്ന ഇതാണ്, ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഏത് നിർദ്ദേശങ്ങളാണ് അമ്മയ്ക്ക് നൽകുക? ഇവിടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. 2ാം ക്ലാസ്സുകാരുടെ പ്രായമുള്ളവർക്ക് കളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. ശരിയല്ലേ? 1, 2, 3 ക്ലാസ്സൊക്കെ കളികൾ കൂടുതലായിട്ടും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ശാരീരിക ചാലകവാസന പഠിച്ചായിരുന്നു അല്ലേ? കളികൾ സമഗ്ര വികാസം പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ കളികൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. PT പീരീഡിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ 2ാം ക്ലാസ്സുകാരുടെ പ്രായത്തിനനുസരിച്ച് കളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ആ കുട്ടിയുടെ ഒരു പ്രകൃതത്തിൻ്റെ സവിശേഷത. നമ്മളെ കൊണ്ട് അത് നിയന്ത്രിച്ചാൽ നിൽക്കത്തില്ല. കാരണം അവരുടെ പ്രായത്തിൽ അവർക്ക് കളിക്കാനുള്ളൊരു ത്വരയാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്നു പറഞ്ഞിരിക്കാനും എഴുതാനും പഠിക്കാനും ഒക്കെ പറഞ്ഞാൽ അവർക്ക് മടിയായിരിക്കും. പുറത്തിറങ്ങി കളിക്കാനൊക്കെയാണ് അവർക്ക് കൂടുതലും ഇഷ്ടം. ഇനിയും 8ാം ക്ലാസ്സുകാരെ കുഴപ്പം എന്താണ്? കണ്ടോ, 8ാം ക്ലാസ്സുകാരി കൗമാരപ്രായത്തിലുള്ളവളാണ്. കൗമാരപ്രായത്തിലുള്ളവർ പൊതുവെ സമപ്രായക്കാരുമായി കൂട്ടുകൂടാനും ഇടപഴകാനും കൂടുതലായിട്ടും ആഗ്രഹിക്കും. പെൺകുട്ടിയിൽ നിന്നും സ്ത്രീയിലേക്ക് ദ്രുതഗതിയിൽ ശാരീരിക മാറ്റങ്ങൾ നടക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ പറയുന്ന കൗമാര കാലഘട്ടം. ഇപ്പോൾ 2 ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയുടെ ഒരു താരതമ്യമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ട അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഒരു സവിശേഷതയാണ് ഈ താഴെ പറയുന്നത്. വികാസഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, നമ്മളൊരു കൊച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിലാകുമ്പം തൊട്ട് ആ കൊച്ചിൻ്റെ വളർച്ച അവിടെ തുടങ്ങുകയാണ്. അപ്പം അത് തുടങ്ങി ആ ഒരു കൊച്ച് വളർന്ന് ശിശുവായി, അവിടുന്ന് ബാലനായി, അവിടുന്ന് കൗമാരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറി, അവിടുന്ന് യൗവനത്തിലേക്ക് പ്രവേശിച്ച്, അവിടുന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്ന് ആ ഒരു വ്യക്തി മരിക്കുക ചെയ്യുന്നത് അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടം മുഴുവൻ അവനെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഡെവലപ്മെൻ്റ് ഉള്ളു, അല്ലെങ്കിൽ ഏതൊക്കെ വികാസ ഘട്ടങ്ങളാണ് അവരിലുള്ളതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, പഠന സൗകര്യത്തിന് വേണ്ടി പലതരത്തിലുള്ള വിഭജന ഘട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതാണ് പഠിക്കേണ്ടത്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ പൊതുവായി 5 വികാസഘട്ടങ്ങളായി നമുക്ക് തിരിക്കാം. വികാസഘട്ടങ്ങളെ ജനനത്തിന് മുമ്പും ശേഷവുമുള്ള ഘട്ടങ്ങൾ എന്ന വിഭജനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, വികാസഘട്ടങ്ങൾ ജനനത്തിന് മുമ്പുമുണ്ട്, ജനനത്തിന് ശേഷമുണ്ട്. ജനനത്തിന് മുമ്പ് എന്ന് പറയുന്നതാണ് പ്രാഗ്ജന്മഘട്ടം എന്ന് പറയുന്നത്. അതായത് പേരൻ്റൽ സ്റ്റേജ് എന്ന് പറയും. അതായത് അമ്മയുടെ ഉദരത്തിൽ കൊച്ചു കിടക്കുന്ന കാലഘട്ടം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രാഗ്ജന്മ കാലഘട്ടം അല്ലെങ്കിൽ പേരൻ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു വട്ടം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബീജാകുരണ ഘട്ടം ഏകദേശ പ്രായപരിധി താഴെ പറയുന്നവയിൽ ഏതാണ്? കേട്ടോ, ഒരു വട്ടം ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ബീജാകുരണ ഘട്ടം അല്ലെങ്കിൽ നമ്മുടെ പേരൻ്റൽ സ്റ്റേജിലുള്ള ബീജാകുരണ ഘട്ടം നമ്മുടെ ഏകദേശ പ്രായപരിധി എത്ര മുതൽ എത്ര വരെ ആയിരിക്കും എന്നാണ് ഒരു വട്ടം ചോദിച്ച ചോദ്യം. അപ്പോൾ ഓർത്തിരിക്കണം, പ്രാഗ്ജന്മഘട്ടമാണ് 1ാമത്തെ ഘട്ടം. എന്ന് പറഞ്ഞാൽ കൊച്ചു അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നത് മുതൽ പുറത്തേക്ക് വരുന്നത് വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ പ്രാഗ്ജന്മഘട്ടം അല്ലെങ്കിൽ പേരൻ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, അതിലെ 3 ഘട്ടങ്ങളുണ്ട്. 1 ബീജാകുരണ ഘട്ടം, 2 ഭ്രൂണഘട്ടം,
3 ഗർഭഘട്ടം. അതായത് കൊച്ച് ഉണ്ടാകുന്നു, കൊച്ച് വളരുന്നു, ഗർഭാവസ്ഥയിലേക്ക് വരുന്നു. അതാണ് ഈ 3 ഘട്ടങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശ പ്രായപരിധി ആരെ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് എന്താണ് നമ്മുടെ ജനനാന്തര ഘട്ടം. അതിൻ്റെ അകത്ത് വരുന്നതാണ് കൊച്ച് ജനിച്ചു കഴിഞ്ഞുള്ള ശൈശവം, ബാല്യം. അതിനെ 3ആയിട്ട് തിരിച്ച് ആദിബാല്യം, മധ്യബാല്യം, അന്തിബാല്യം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ കൊച്ച് കൗമാരത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം യൗവനത്തിലൂടെ കടന്നുപോയി വാർദ്ധക്യത്തിലേക്ക് നമ്മുടെ കൊച്ചെത്തുന്നു. ഇതിലാണ് നമ്മുടെ ജനാന്തര ഘട്ടം. അതായത് നമ്മുടെ കൊച്ച് ജനിച്ചു കഴിഞ്ഞുള്ള ഘട്ടമാണ് ഈ പറയുന്ന 5 ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന എന്താണ് ഏകദേശ പ്രായപരിധി ഇവിടുന്ന് പഠിക്കേണ്ടതാണ്. ചോദ്യമുണ്ട് കേട്ടോ, ഓർത്തിരിക്കണം. വികാസഘട്ടത്തിലെ പ്രാഗ്ജന്മഘട്ടം അല്ലെങ്കിൽ പേരന്റൽ സ്റ്റേജ് തുടങ്ങുന്നത് എപ്പം മുതലാണ്? കണ്ടോ, ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയാണ് എന്തുള്ളത്? പ്രാഗ്ജന്മഘട്ടം ഉള്ളത്. അതായത് കൊച്ച് അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നത് മുതൽ എപ്പോൾ കൊച്ച് ഭൂമിയിലേക്ക് വീഴുന്നോ അല്ലെങ്കിൽ എപ്പോൾ കൊച്ച് പുറത്തേക്ക് വരുന്നോ അതുവരെയുള്ള ആ നിമിഷം വരെയുള്ള കാലഘട്ടത്തിന് പറയുന്ന പേരാണ് പ്രാഗ്ജന്മഘട്ടം. അതിൽ ഒന്നാമത്തേതാണ് ബീജാകുരണ ഘട്ടം. എന്താണ്? ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ. അപ്പോൾ ഓർത്തിരിക്കണം, ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള കാലഘട്ടമാണ് ബീജാകുരണ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ഭ്രൂണഘട്ടം. 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെയാണ് എന്തുള്ളത്? ഭ്രൂണഘട്ടമുള്ളത്. 3ാമത്തേതാണ് ഗർഭഘട്ടം. 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ബീജാകരണ ഘട്ടം ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ, ഭ്രൂണഘട്ടം 2 മുതൽ 10 വരെ, 2 മുതൽ 10 വരെ. ഇത് മറ്റേതാണെങ്കിലോ 10 മുതൽ ജനനം വരെ. കണ്ടോ, 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബീജാകരണമാണെങ്കിൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ, ആദ്യത്തെ 2 ആഴ്ച. ഭ്രൂണഘട്ടം 2ാമത്തെ ആഴ്ച മുതൽ 10ാമത്തെ ആഴ്ച വരെ, ഗർഭഘട്ടം 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ. ഇനി അടുത്തത് ശൈശവമാണെങ്കിൽ നമ്മുടെ ജനനം മുതൽ 2-3 വർഷം വരെ. ഇത് 3 വയസ്സ് ഇടവിട്ടാണ് ഓടുന്നത്. അതുകൊണ്ട് ഇതും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നോക്കിയേ, ശൈശവമാണെങ്കിൽ ജനനം മുതൽ 3 വർഷം വരെ. ആദിബാല്യമാണെങ്കിൽ 3 മുതൽ 6 വയസ്സ് വരെ. മധ്യബാല്യം 6 മുതൽ 9 വരെ. അന്തിബാല്യം 9 മുതൽ 12 വരെ. കണ്ടോ, 3 വയസ്സിന് ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇത് നമുക്ക് ഓർത്തിരിക്കണം. എന്താണ് നമ്മുടെ ജനാന്തര ഘട്ടമാണെങ്കിൽ ജനനം മുതൽ ആദ്യത്തെ 12 വർഷം വരെയാണ്. 12 വർഷം എന്ന് പറയുമ്പോൾ കൊച്ചിന് 12 വയസ്സ്. അപ്പോൾ കൊച്ച് എത്രാം ക്ലാസ്സിലാണ്? 12 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ച് 10 വയസ്സാകുമ്പോൾ 5ാം ക്ലാസ്സിൽ, എന്താണ് 11 വയസ്സ് പറയുമ്പോൾ 6ാം ക്ലാസ്സിൽ, 12 വയസ്സ് വരുമ്പം കൊച്ച് 7ാം ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ കാലഘട്ടമാണ് അന്തിബാല്യം കൊണ്ട് അവസാനിക്കാൻ പോകുന്നത്. അത് ഓർത്തിരിക്കണം കേട്ടോ. കാരണം അത് പറയാൻ കാരണം വെച്ചാൽ നമുക്കിനിയും നമ്മുടെ MA CA ഒക്കെ കണ്ടുപിടിക്കാൻ വരും. അതായത് നമ്മുടെ നമ്മുടെ IQ, ഇൻ്റലിജൻറ്റ് കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ IQ ഇത്രയാണെങ്കിൽ ആ കൊച്ചിൻ്റെ EQ എത്ര എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ആ കൊച്ചിൻ്റെ ഏകദേശം പ്രായപരിധി ഈ ഒരു രീതിയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ ഓർത്തിരിക്കണം. എന്താണ് ശൈശവം എന്ന് പറഞ്ഞാൽ ജനനം മുതൽ 3 വയസ്സ് വരെ. അപ്പോൾ 0 തൊട്ട് 3 ഇടാം. ആദിബാല്യം 3 തൊട്ട് 6, മധ്യബാല്യം 6 തൊട്ട് 9, അന്തിബാല്യം 9 തൊട്ട് 12. അപ്പോൾ 3 വയസ്സിന് ഗ്യാപ്പാണ് ഇവിടെ ഉള്ളതെന്ന് ഓർത്തിരിക്കണം. കൗമാരിയാണെങ്കിൽ നമുക്കറിയാം 12 മുതൽ 18 അല്ലെങ്കിൽ 20 വയസ്സ് വരെയാണ് നമ്മുടെ അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. യൗവനം അഡൽട്ട്ഹുഡ് ആണെങ്കിൽ 20 മുതൽ 50 വയസ്സ് വരെ. വാർദ്ധക്യം 50 വയസ്സിന് ശേഷം. ഇതാണ് പൊതുവായിട്ട് അംഗീകരിച്ച നമ്മുടെ വികാസഘട്ടങ്ങളും ഏകദേശ പ്രായപരിധികളും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. എഴുതി പഠിക്കണം. പഠിക്കണമെന്നില്ല, ഓർത്തിരുന്നാൽ. ആദ്യത്തെ ആണെങ്കിൽ 2 ആഴ്ച മുതൽ 10 ആഴ്ച വരെ, 2 മുതൽ 10 വരെ, പിന്നെ 10 മുതൽ ജനനം വരെ. പിന്നെ ശൈശവമാണെങ്കിൽ ആദ്യത്തെ 3 വർഷം, ആദിബാല്യമാണെങ്കിൽ 3 മുതൽ 6 വരെ, മധ്യമാണെങ്കിൽ 6 മുതൽ 9 വരെ, അന്ത്യമാണെങ്കിൽ 9 മുതൽ 12 വരെ. കൗമാര്യം 12 തൊട്ട് 20 വരെ പോകും. യൗവനം 20 മുതൽ 50 വയസ്സ് വരെ. വാർദ്ധക്യം നമ്മുടെ 50 വയസ്സിന് ശേഷം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. സ്റ്റാർ ഇട്ടിട്ടുണ്ട്, ഇത് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2-3 തവണ ഇതിൽ നിന്ന് ഏകദേശ പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ശിശുക്കളുടെ പ്രകൃതം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഓരോ ശിശുക്കളും ജനിച്ച് വീഴുന്ന ഒരു ശിശുവിൻ്റെ പ്രകൃതം എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നോക്കിക്കേ, ശിശു മുതിർന്നവരുടെ ചെറുപ്പത്തിലല്ല, ശിശുവിൻ്റെ പ്രകൃതവും അതിൻ്റെ സാധ്യതകളും അറിയുന്നത് ശിശുവിൻ്റെ വികാസത്തിന് അനുഗണമായി പെരുമാറാനും
പഠന പശ്ചാത്തലം ഒഴുക്കുന്നതിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ സഹായകരമായി തീരും. ഇതും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഇതിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ശൈശവത്തിലെ പൊതുപ്രകൃതങ്ങളിൽ പെടാത്തതേത്, അല്ലെങ്കിൽ ശൈശവത്തിലെ പൊതുപ്രകൃതങ്ങളിൽ പെടുന്നത് ഏത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പാർട്ടും ഓർത്തിരിക്കണം. എന്താണ് ഇവിടെ നോക്കിയേ, ഒന്നാമത്തേതാണ് എപ്പോഴും പ്രവർത്തന നിരതരാകാനുള്ള താല്പര്യം. ശരിയല്ലേ? നമ്മുടെ ശൈശവത്തിലുള്ള കുട്ടികളെല്ലാം തന്നെ എപ്പോഴും ഒരു ആക്റ്റീവ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും, ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. ശരിയല്ലേ? കൊച്ചു ക്ലാസ്സിൽ ഉള്ള പിള്ളേരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്, അവർ പ്രവർത്തന നിരതര, അവരുടെ സ്വഭാവം അതാണ്. അപ്പം ആ ഒരു ഇൻഫൻറ്റി സ്റ്റേജുള്ള അല്ലെങ്കിൽ ഒരു ശൈശവത്തിലുള്ള കൊച്ച് പ്രവർത്തന നിരതരാകാനായിട്ടായിരിക്കും താല്പര്യം. പിന്നെ അനുകരണ വാസന, നമ്മൾ എന്ത് കാണിക്കുന്നോ അതിനെ അവർ എന്ത് ചെയ്യാൻ നോക്കും, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അനുകരിക്കാൻ നോക്കും. ജിജ്ഞാസ, ശരിയല്ലേ? അതെന്നാ സാറേ, ഇതെന്നാ സാറേ, അങ്ങനെ പോയാൽ ഇങ്ങനല്ലേ സാറേ, ഇങ്ങനെ വന്നാൽ അങ്ങനെയല്ലേ സാറേ, സൂര്യൻ എന്നാ സാറേ അവിടെ നിൽക്കുന്നത്, ഇതന്നെ ഇങ്ങോട്ട് വരാത്ത, ഞാൻ നടക്കുമ്പോൾ എന്നാ സാറേ നേരിൽ എൻ്റെ കൂടെ നടക്കുന്നത് എന്ന് വേണ്ട ഇല്ലാത്ത ജിജ്ഞാസകളൊന്നുമില്ല കുട്ടികൾക്ക്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള പിള്ളേരാണെങ്കിലും സ്കൂളിലുള്ള പിള്ളേരാണെങ്കിലും നമുക്കറിയാം, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ക്യൂരിയസ് അവരെല്ലാ കാര്യത്തെയും പറ്റി. പിന്നെ ചലനാത്മകത, അല്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അടങ്ങിയിരിക്കാൻ അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അവരെപ്പോഴും മൊമെൻറ്റിലായിരിക്കും. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. ഒരു അടങ്ങിയിരുന്നുകൊണ്ടുള്ള പ്രകൃതം അവർക്കൊരിക്കലും ഇല്ല. അവർക്കൊരു മൊമെൻറ്റിലായിരിക്കും അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. പിന്നെ സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം. അവരെ സ്നേഹിക്കണമെന്നുണ്ട്, അവരെ സുരക്ഷിതരാകണമെന്നുണ്ട്, അവരെ ആരെങ്കിലും അംഗീകരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഇനിയും അഹംകേന്ദ്രീകൃത ചിന്ത, ഞാൻ എൻ്റേതെന്ന ചിന്താഗതി, ഇല്ലേ? അതായത് കൊച്ചു പിള്ളേർ തമ്മിൽ വഴക്കിടുമ്പം അവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഞാനല്ല സാറേ, അവൻ കാരണമാണ് ഞാൻ അവനെ ഇടിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അവനാണ് ആദ്യം എന്നെ ഇടിച്ചത്, ഒരിക്കലും ഞാനെന്ന് പറയത്തില്ല. അല്ലെങ്കിൽ ഞാനല്ല കുറ്റക്കാരൻ, ഞാനാണ് ചെയ്തതെങ്കിലും ഞാനല്ല അവിടെ. അപ്പം ഞാൻ എൻ്റേത് എന്നുള്ള ചിന്താഗതി കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ ശൈശവത്തിലുള്ള കുട്ടികൾക്ക്. പിന്നെ ഭാവനാലോകത്തിൽ വിഹരിക്കുന്നതിനുള്ള താല്പര്യം. അതിന് എക്സാമ്പിളാണ് പിള്ളേർ ഈ കാർട്ടൂൺ കാണുന്നത്. ശരിയല്ലേ? അവർ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ വല്ലതും റിയലാണോ? എല്ലാം ആനിമേറ്റഡാണ്, അല്ലേ? അപ്പോൾ ഭാവനാലോകത്തിൽ ഒരു റിയൽ അല്ലാത്ത ഒരു എക്സ്പീരിയൻസിലേക്ക്, അല്ലെങ്കിൽ റിയൽ അല്ലാത്ത ഒരു വേൾഡിലേക്ക് അവർക്ക് ആയിരിക്കാൻ ഒരു താല്പര്യമുണ്ട്. ശരി, അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതലും ഫോണിന് അഡിക്റ്റ് ആകുന്നത്. അവരുടെ ഒരു പ്രായത്തിലുള്ള പ്രത്യേകതയാണ് ഈ പറയുന്ന ഭാവനാലോകത്തിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു ലോകത്തിൽ അവർക്ക് ആയിരിക്കാനായിട്ടൊരു താല്പര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ അവരായാൽ, ഒരുപാടായാൽ അത് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ ആകണം, എന്നാലേ അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് വരത്തുള്ളൂ. പക്ഷേ ഒരുപാട് ഇതിലേക്ക് പോയാലും അത് അപകടമാണെന്ന് ഓർത്തിരിക്കണം. ഇനി ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം. കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കൊച്ച്, ഇന്ന് രാവിലെ സ്കൂളിൽ UKG ഒരു കൊച്ചു വന്നു. കൊച്ചിൻ്റെ പേരൻസ് എവിടെയോ പോകും. ഇന്ന് രാവിലെ നടന്ന സംഭവം, UKG പേരൻസ് എവിടെയോ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് പോകാനായിട്ടാണ്. കൊച്ചിന് മനസ്സിലായി എന്നെ ഇവിടെ ആക്കിയിട്ട് ഇവർ രണ്ട് നൈസായിട്ട് ഇവിടുന്ന് സ്ക്യൂട്ട് ആവുകയാണ്. കൊച്ചിനെ മനസ്സിലായി. കൊച്ചെന്നെ അടുത്ത് അവിടെ കിടന്ന് കാറി പൊളിച്ച്. ഞാൻ രണ്ടിലാണ് അവിടെ തൊട്ടിപ്പുറത്തെ ക്ലാസ്സിലായിരിക്കുന്നത്. അപ്പം ആ കൊച്ചിൻ്റെ കാർച്ച കേൾക്കാം. അപ്പം എൻ്റെ കൂടെ വേറെ ടീച്ചറുണ്ട്, ബിന്ദു ടീച്ചറുണ്ട് ചോദിച്ചു, സാറേ ഈ മുട്ടായി ഉണ്ടെന്ന് ചോദിച്ചു. മുട്ടായി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ടീച്ചർ അതുമായിട്ട് ചെന്ന് സെക്കൻഡ് കൊച്ചിൻ്റെ കരച്ചിൽ നിർത്തി. കാരണം ആ സ്കൂൾ മൊത്തം ഇളകിക്കൊണ്ടിരുന്ന കരച്ചിലായിരുന്നു അവൻ്റെ. ആ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ ജസ്റ്റ് ഒരു രൂപയുടെ മുട്ടായിൽ ആ കൊച്ചിൻ്റെ കരച്ചിൽ നിന്നു. അപ്പോൾ എന്താണ് കണ്ടോ, ഒരു വികാരത്തിൽ നിന്നും, കരച്ചിൽ എന്നൊരു വികാരത്തിൽ നിന്നും എങ്ങോട്ട് മാറി, ചിരിയിലേക്ക് അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് ആ കൊച്ച് ഒരു ചെറിയ ഒരു സ്റ്റിമുലേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം കൊടുത്തപ്പോൾ തന്നെ അവനെ മാറി. അപ്പോൾ എന്താണ്, ഒരു വികാരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ശൈശവത്തിലുള്ള പിള്ളേർക്കുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ മായ്ക്കാൻ പറ്റുന്ന ടിപ്പും ടെക്നിക്കൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവർക്ക് പെട്ടെന്ന് മാറാൻ കഴിയും. അതായത് കരയുന്ന ഒരു കൊച്ചിനെ നമുക്ക് പെട്ടെന്ന് ചിരിപ്പിക്കാൻ പറ്റും, ചിരിക്കുന്ന ഒരു കൊച്ചിനെ പെട്ടെന്ന് കരയിപ്പിക്കാൻ പറ്റും. നമ്മളോടാണെങ്കിൽ ഈ കാര്യം കേൾക്കുമോ? ഇല്ല, നമ്മൾ പറയും അവൻ്റെ ഒരു മുട്ടായി നീ പോടാന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഡൻസിയാണ് നമ്മുടെ കുട്ടികൾക്ക് ഉള്ളത് കേട്ടോ. പിന്നെ ആഗ്രഹം സാധ്യമല്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധ പ്രകടനം. കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ അമ്പലത്തിലും പള്ളിയിലുമൊക്കെ ഉത്സവത്തിനും പെരുന്നാളിനുമൊക്കെ പോകുന്ന അമ്മമാരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ, അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളൊരു മാളിൽ കയറി നോക്കി, കൊച്ചു പിള്ളേരുടെ കൈയെത്തും ദൂരത്തായിരിക്കും ഈ പറയുന്ന നമ്മുടെ കിൻഡർ ജോയും ഈ പറയുന്ന മിഠായി, അല്ലേ, ഡയറി മിൽക്കും ഒക്കെ വെക്കുന്നത്. അവർ കയ്യെത്തി എടുക്കാൻ പറ്റുന്ന പാകത്തിനായിരിക്കും നമ്മുടെ കമ്പനിക്കാർ സെറ്റ് ചെയ്ത് വെക്കുന്നത്.
ഇവർക്കത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇവർ കയ്യിലെടുത്ത് പിടിക്കും, പേരൻസ് എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ഇൻ കേസ് പള്ളിയിൽ കൂടി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്പലത്തോടി പോവുകയാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവരതിൽ പിടിച്ചുകൊണ്ടിരുന്ന അവർക്കത് വേണം 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 എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ പറയും പറ്റത്തില്ല, നിൻ്റെ വീട്ടിൽ അതേപടി സാധനം ഇരിപ്പില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നും പ്രയോജനമില്ല. പിള്ളേരെന്ത് ചെയ്യും? ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രകടനം എന്ന് പറഞ്ഞാൽ എന്നാ, കാറിപ്പൊളിക്കും. ശരിയല്ലേ? ഒരു കൊച്ചു പോലും അടങ്ങിയിരുന്നുള്ള ചരിത്രം ഇന്നേ വരെ ഇല്ല. ഒരു കൊച്ചിനേലും ആഗ്രഹം ഉണ്ടായിട്ട് അവിടെ ആളുണ്ടെന്നോ പേരുണ്ടെന്നോ ഫംഗ്ഷൻ നടക്കുവാണെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥന നടക്കുവാണെന്നോ ഒരു ചിന്താഗതി നമ്മുടെ പിള്ളേർക്ക് വരത്തില്ല. അവരെന്താണ്? സാഹചര്യം നോക്കാതെ വൈകാരിക പ്രതിഷേധം, അതൊരു പക്ഷേ ദേഷ്യമാകാം, അല്ലെങ്കിൽ കാർച്ചയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചെറിഞ്ഞുകൊണ്ടാകാം, അല്ലെങ്കിൽ ചവിട്ടിപ്പൊളിച്ച് നടന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ കാറിക്കൊണ്ടാകാം. ഇങ്ങനെ പല രീതിയിലുള്ള വൈകാരിക പ്രതിഷേധം കുട്ടികൾ നമ്മൾക്ക് മുമ്പിൽ കാഴ്ചവെക്കും. അടുത്തത് ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത. അമ്മ എനിക്കത് വേണം 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 വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത. ഇനിയും വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോട് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മൾ LP UP തലങ്ങളിൽ നിങ്ങൾ നോക്കിയേ, പലതരത്തിലുള്ള ഒബ്ജക്റ്റ് നിങ്ങൾ കൊണ്ടുപോയി നോക്കിയേ, പിള്ളേർക്ക് അതിൽ ഇഷ്ടമാണ്. കാരണം വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികളോട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ബോള്, ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സാധനങ്ങൾ, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കാര്യങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ നമ്മുടെ റുബിക്സ് ക്യൂബ് പോലുള്ള സാധനങ്ങൾ, ഏണി ബാമ്പ് കോണികൾ കളികൾ, ഇങ്ങനെയുള്ള ഓരോരോ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികൾ, ചെറിയ ചെറിയ കട്ടകൾ ഉപയോഗിച്ചുള്ള കളികൾ, ഇതൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ സമപ്രായകരമായി കൂട്ടുകൂടുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള താല്പര്യം ഇല്ലേ, കൂട്ടുകൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്വതന്ത്രമായി ചിന്തിക്കാനും ഭയരഹിതമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം, അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ, കാരണം അത് നോക്കിയിരിക്കേണ്ട പോയിന്റാണ്. അതായത് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, 1 മുതൽ 5 വരെയുള്ളൊരു ക്ലാസ്സുകളിൽ, മാക്സിമം ഒരു 5 വരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചോദിക്കുക ആർക്ക് ഈ ക്ലാസ്സിൽ ലീഡർ ആകണമെന്ന് ചോദിച്ചാൽ എത്ര പിള്ളേർ കൈവെക്കും? ഒരു 15 പിള്ളേരിക്കുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ചോദിക്കുകയാണ്, 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിൽ, നമ്മളിപ്പോൾ 3ാം ക്ലാസ്സിൽ നിന്ന് ചോദിക്കുകയാണ് ഈ ക്ലാസ്സിൽ ആർക്കാ ലീഡർ ആകേണ്ടത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്തോട്ടൊന്ന് പോവുക, ഈ ക്ലാസ്സിനെ ഒന്ന് നോക്കണം, നിങ്ങളിൽ ആർക്ക് ബാക്കിയുള്ളവരുടെ പേരെഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവന്മാരും ചാടി എണീക്കും അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനും ഭയരഹിതമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനും ഇവർക്ക് താല്പര്യമുണ്ട്. നേരെ മറിച്ച് 6 തൊട്ട് 10 അല്ലെങ്കിൽ 12 വരെയുള്ള ക്ലാസ്സിൽ ഈ സെയിം സാധനം പോയി വർക്ക് ചെയ്ത് നോക്കി, ഒറ്റ ഒരുത്തിന് എണീറ്റ് വരത്തില്ല. കാരണം എന്താണ്? അവർക്കവിടെ ഭയം എന്ന് പറഞ്ഞ സാധനം മനസ്സിലേക്ക് വന്നു. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ ഇവന്മാരെന്നെ അതും പറഞ്ഞ് എൻ്റെ ജീവിതാവസാനം വരെ എന്നെ കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഭയം അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് അതിനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ കേപ്പബിൾ ആണോ, വേറെ ആരെങ്കിലും പൊക്കോളും, ഞാൻ ഇവിടെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി എന്നൊരു ചിന്ത കുട്ടികളുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികളിൽ എന്തെങ്കിലും ചേഞ്ചുകൾ അല്ലെങ്കിൽ കുട്ടികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്തണമെങ്കിൽ ഏത് പ്രായത്തിൽ വരുത്തണം? ഈ പറയുന്ന LP UP തലങ്ങളിൽ നമ്മൾ വരുത്തണം. അങ്ങനെ വരുത്തിയെങ്കിൽ മാത്രമേ ഭയരഹിതമായിട്ട് അവർക്ക് അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാൻ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത കുട്ടികൾ എന്തായിട്ട് മാറും? ഇൻട്രോവേർട്ടുകളായിട്ട് മാറും, അല്ലെങ്കിൽ അവരുടേതായിട്ട് ലോകത്തിൽ വിഹരിക്കാനായിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഇഷ്ടം. പുറത്തോട്ടുമായിട്ട് സമ്മതിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കില്ല. നിങ്ങൾ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധാതേറിക്കുറവ്. ശരി, ഒരു കാര്യം പഠിപ്പിക്കാണ്ട് കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ നമ്മുടെ പിള്ളേർ ഇരിക്കത്തില്ല. പെട്ടെന്ന് അവർ പൊടുന്നതിനെ അവരുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആയി അവർ വേറെ വഴിക്ക് പോകും. പിന്നെ അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. എന്താണ് അമൂർത്ത ചിന്തനം എന്ന് പറഞ്ഞാൽ? വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. മൂർത്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അമൂർത്തത എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തിക്കുന്നതിനുള്ള ശേഷിക്കുറവ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ശൈശവത്തിലെ കുട്ടികളുടെ പൊതുപ്രകൃതമായിട്ട് അറിയപ്പെടുന്നത്. ചുമ്മാ ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി, നമുക്കറിയാം. നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് കുട്ടികളെ നമ്മളെ വളർത്തുന്നതാണ്. അച്ഛനും അമ്മയും ഒക്കെ ഈ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ പ്രകൃതം നമുക്കറിയാം, നമ്മൾ കണ്ടറിഞ്ഞ് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രായഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രായപരിധിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യാൻ നോക്കണം? ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ അപ്പിയർ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ശൈശവത്തിലെ പൊതുപ്രകൃതം അല്ലെങ്കിൽ ശൈശവത്തിലെ പൊതുപ്രകൃതങ്ങളിൽ പെടുന്നതേത്, അല്ലെങ്കിൽ ശൈശവത്തിലെ പൊതുപ്രകൃതങ്ങളിൽ പെടാത്തതേത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഈ പോയിന്റ് അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ വന്നാൽ അതിലേക്ക് നിങ്ങൾ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്താണ് ബാല്യം. നമ്മൾ പറഞ്ഞ ചൈൽഡ്ഹുഡ് നമുക്ക് പഠിച്ചതല്ലേ? ബാല്യത്തെ നമ്മൾ 3 മുതൽ 6 വയസ്സ് വരെ ആദ്യ ബാല്യമെന്നും 6 മുതൽ 9 വരെ മധ്യബാല്യമെന്നും 9 മുതൽ 12 വരെ അന്ത്യബാല്യമെന്നും വിഭജിച്ചിട്ടുണ്ട്. അതിൽ
ആദ്യ ബാല്യത്തിലും അന്ത്യബാല്യത്തിലും പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ വേണം പറയാം. എന്താണ് ബാല്യത്തെ നമുക്ക് ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ബാല്യം നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെ? ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. ആദ്യത്തേതാണെങ്കിൽ ആദ്യബാല്യം. ആദ്യബാല്യം. ഓക്കെ, ആദ്യബാല്യം എപ്പോഴാണ്? 3 മുതൽ 6 വയസ്സ് വരെ. അടുത്തത് മധ്യബാല്യം. മധ്യബാല്യം എത്ര വരും? 6 മുതൽ 9 വരെ. പിന്നെയുള്ളത് അന്ത്യബാല്യം അല്ലേ? ഓക്കെ, അന്ത്യബാല്യം 9 മുതൽ 12 വരെ. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ചാർട്ടാക്കി പഠിക്കാം. നിങ്ങൾ നോട്ടിൽ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഓരോന്നിൻ്റെയും ചെറിയ ചെറിയ പോയിന്റ് താഴോട്ട് എഴുതി വെച്ചാൽ മതി. ആദ്യ ബാല്യത്തിലുള്ള കുട്ടിയുടെ സവിശേഷതയാണിത്. 3 മുതൽ 6 വയസ്സ് വരെ കാണപ്പെടുന്ന കുട്ടികളുടെ സവിശേഷതയാണിത്. 1, 2 ക്ലാസ്സുകളിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. ഓട്ടം, ചാട്ടം, സംഘകളികൾ എന്നിവയിൽ താല്പര്യം കാണിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്ന ഘട്ടം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ഘട്ടമാണ്. കാരണം നമുക്കറിയാം 3 മുതൽ 6 വയസ്സുള്ള കാലഘട്ടത്തിൽ നമുക്ക് കൊച്ചുങ്ങൾക്ക് കേൾവി, കാഴ്ച, അതുപോലെ തന്നെ കുട്ടികളുടെ സ്കിന്ന്, അതുപോലെ തന്നെ ചെവി, കണ്ണ്, ഇതെല്ലാം നമ്മൾ നോസ്, ടങ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നൊരു കാലഘട്ടം അല്ലേ? അവിടെ പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മുടെ ആക്റ്റീവ് ആകുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന 3 മുതൽ 6 വയസ്സ് വരെ. നമ്മൾ പേരൻസായ നമ്മൾക്ക് അല്ലെങ്കിൽ അധ്യാപകരായ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി നേരിടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി അതിനുള്ള പരിഹാരങ്ങൾ ആ കൊച്ചു പ്രായത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനമാക്കുന്ന ഘട്ടം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ഘട്ടമാണ്. ഇൻ കേസ് ആ പേരൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അധ്യാപകരായ നമ്മളാണ് ക്ലാസ്സിൽ വെച്ച് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് അവർ എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ശാരീരികവും ജൈവപരവുമായ ആവശ്യങ്ങൾ അന്യരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് വാഷ്റൂമിൽ പോകാനും സ്വന്തമായിട്ട് ഉടുപ്പിടാനും സ്വന്തമായിട്ട് കഴുകുവാനും കുളിക്കുവാനും ഒക്കെയുള്ള ടെൻഡൻസിയിലേക്ക് പിള്ളേർ 1-2 വയസ്സൊക്കെ ആകുമ്പം തന്നെ 1-2 ക്ലാസ്സുകളാകുമ്പോൾ തന്നെ കുട്ടികൾ പഠിക്കാനായിട്ട് തുടങ്ങും. അമ്മമാരെ അച്ഛന്മാരെ കുളിപ്പിക്കുന്ന കാലഘട്ടമൊക്കെ മാറി ഞാൻ തന്നെ കുളിച്ചോളാം എന്നൊക്കെ നമ്മുടെ പിള്ളേർ പറഞ്ഞു തുടങ്ങും. ഇനി ജന്തുകഥകൾ, താളപ്രധാനമുള്ള ഗാനങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അല്ലേ? ഈ ജന്തുക്കൾ വെച്ചുള്ള കഥകളും അതുപോലെ തന്നെ താളപ്രധാനമുള്ള ഗാനങ്ങളൊക്കെ പാടാൻ പറഞ്ഞാൽ പിള്ളേർ വളരെ ഇഷ്ടത്തോടു കൂടി പാടും. പിന്നെ കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാൻ അവയിൽ സ്വചേതനത്വം എന്ന് പറഞ്ഞാൽ ജീവനുണ്ട് എന്ന ബോധം ആരോപിച്ച് പെരുമാറാൻ ശ്രമിക്കുന്നു. അതായത് ആനിമിസം എന്ന് പറയും കേട്ടോ. നമ്മുടെ പിയാഷയുടെ ഘട്ടത്തിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഈ പറഞ്ഞ സചേതനത്വം എന്ന് പറഞ്ഞാൽ ആനിമിസം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന വാക്ക് ഇതാണ് ആനിമിസം, ANIMISM കേട്ടോ. ഈ വാക്ക് ഓർത്തിരിക്കണം. ആനിമിസം ഒരുപാട് ആവർത്തി ചോദിച്ചതാണ്. പിയാഷയാണ് ഈ ഒരു രീതി കണ്ടുപിടിച്ചത്. ആനിമിസം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ളതായി കാണുവാനായിട്ടുള്ളൊരു പ്രവണത പിള്ളേർ കാണിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടില്ലേ പിള്ളേർ തലയണയോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേർക്ക് ടെഡി ബിയർ, സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന സാധനം, ടെഡി ബിയറിനോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്ന സാധനം കണ്ടിട്ടില്ലേ? അതിന് ജീവൻ ഉണ്ടായിട്ടാണോ? അല്ല, അവർ വിചാരിക്കുന്നത് അതിന് ജീവനുണ്ട്, സോ അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് എന്തോ വലുത് കിട്ടുമെന്നൊരു ടെൻഡൻസി അവർക്കുണ്ട്. അപ്പം ഓർത്തിരിക്കണം, ഈ കളിക്കോപ്പുകളെ എന്താണ് ജീവനുണ്ട് എന്ന് തോന്നുന്ന ഒരു ഇതിന് പറഞ്ഞ പേരാണ് ആനിമിസം കേട്ടോ. ആനിമിസം എന്ന് പറയും. മലയാളത്തിൽ സചേതനത്വം എന്ന് പറയും. അതായത് ഇതിനെ ഇംഗ്ലീഷ് വേർഡാണ് മിക്കപ്പോഴും പരിശോധന ചോദിച്ചിരിക്കുന്നത്, ആനിമിസം കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇതിന് മലയാളം അതേപടിയാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഈ വാക്ക് ഓർത്തിരിക്കണം. ഇനിയും അനുകരണ വാസന കൂടുതൽ പ്രകടിപ്പിക്കുന്നു. അടുത്ത ജിജ്ഞാസ കൂടുതൽ പ്രകടിപ്പിക്കുകയും മുതിർന്നവരുടെ പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഇതെന്നൊക്കെയുള്ള ചോദ്യം പിള്ളേർ ചോദിച്ചു തുടങ്ങും. ബുദ്ധിവികാസം കൂടുതൽ ത്വരിതമാകുന്നു. അതായത് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. സ്കൂൾ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു KG തൊട്ട് 2ാം ക്ലാസ് വരെയുള്ള കാലഘട്ടമാണ്. നമ്മുടെ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൊച്ചു വരുന്നത്. KG തൊട്ട് 2ാം ക്ലാസ് വരെയുള്ള കാലഘട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മധ്യബാല്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൊച്ച് 5ാം ക്ലാസ് വരെ, അതായത് 3, 4, 5 കേട്ടോ. 3, 4, 5 കാലഘട്ടത്തിലാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത്. യുക്തിപൂർവ്വം ചോദ്യം ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതായത് കുറച്ചുകൂടി ആലോചിച്ച് കൊച്ചു ചോദ്യം ചോദിക്കാൻ ഇഷ്ടപ്പെടും. കുറച്ചൊക്കെ മണ്ടത്തരത്തിലുള്ള ബ്ലണ്ടർ ചോദ്യങ്ങളൊക്കെ അവർ ഒഴിവാക്കി പിന്നെ ഇങ്ങോട്ട് യുക്തിപൂർവ്വമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്കൂളിൽ ചെന്നാൽ മനസ്സിലാവും, 4ാം ക്ലാസ്സിലേക്ക് പിള്ളേർ വന്ന് കുറച്ചുകൂടി സീനിയോറിറ്റി ടൈപ്പിലുള്ള ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും. പിന്നെ യുക്തിസ്പർശമല്ലാത്ത ഉത്തരങ്ങളെ അവഗണിക്കാനും സാധിക്കുന്നു. ശരിയല്ല? അതായത് നമ്മൾ ചെറിയ ഇതിലൊക്കെ നമ്മൾ ഉത്തരം കിട്ടാത്തപ്പോൾ നമ്മളൊക്കെ ഉടായ്പ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവും, ഇതെന്താ ഉടായ്പിൽ എന്നെ പറ്റിക്കാൻ നോക്കുന്നതാണെന്നൊരു കാര്യം അവർ അവഗണിക്കാൻ സാധിക്കും.
പിന്നെ വീരകഥകളും ജന്തുകഥകളും ഇഷ്ടപ്പെടുന്നതോടൊപ്പം ഫലിതബോധമുള്ള സന്ദർഭങ്ങൾ ഇഷ്ടപ്പെടുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മുമ്പേ കണ്ടായിരുന്നല്ലേ, ജന്തുകഥകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ കൊച്ചുകുട്ടികളും. അതിനോടൊപ്പം തന്നെ എന്താണ്, ഫലിതബോധമുള്ള കഥകൾ, അതായത് മോറൽ സ്റ്റോറീസും ഒക്കെയാണ് കുട്ടികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പഠിക്കുവാനും ഇഷ്ടപ്പെടുന്നു. സംഘബോധം കൂടുതൽ തീവ്രമാകുന്നു. യാഥാർത്ഥ്യബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു. സങ്കല്പ ലോകത്തിൽ നിന്നും വിടുതൽ വാങ്ങുമെന്ന് പറയാം. അതായത് അവരുടെ ഒരു എന്താ പറയുന്നത്, അവർ ഒരു ഇമാജിനറി മെൻറ്റാലിറ്റിയിൽ നിന്നും എങ്ങോട്ട് വരും, യഥാർത്ഥ അല്ലെങ്കിൽ റിയൽ വേൾഡിലേക്ക് അവർ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ പറയുന്ന 3, 4, 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ, മധ്യബാല്യത്തിലുള്ള ഒരു കുട്ടിയുടെ പ്രകൃതം എന്ന് പറയുന്നത്. അടുത്തത് അന്ത്യബാല്യമാണ്. 6, 7, 8 കേട്ടോ. 6 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ വരും. 6, 7, 8 കാലഘട്ടം ക്ലാസ് വരും. നമ്മുടെ എന്താണ് നമ്മുടെ കൗമാരത്തിലേക്ക് കടന്നുമില്ല, എന്നാൽ അന്ത്യബാല്യത്തിൻ്റെ അവസാനത്തിലേക്കുമാണ് വരുന്നത്. നോക്കിയേ, സാമൂഹിക അവബോധം കൂടുതൽ വികസിക്കുകയും ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് സാമൂഹിക അവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യലായിട്ടുള്ള അവെയർനെസ് കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരും. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധം, ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തോടു കൂടി തന്നെ കുട്ടികൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നു. നമ്മൾ മുമ്പ് കണ്ടു, ഇമാജിനറി ലോകത്തിൽ നിന്നും വിട്ട് എങ്ങോട്ട് വരും, യഥാർത്ഥ ലോകത്തിലേക്ക് വരുമെന്ന് കണ്ടോ, ലാസ്റ്റ് സെൻറ്റൻസ് അതായത് പറഞ്ഞു വെച്ചത്. അപ്പം അതിലേക്ക് വരുവാനായിട്ട് കുട്ടികൾ ശ്രമിച്ചു. ഇനിയും പഠനത്തിലും കളികളിലും മത്സരബോധ്യം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റേസ് ഇൻ ബിറ്റ്വീൻ എന്താണ് നമ്മുടെ കളികളിലും അതുപോലെ തന്നെ സ്റ്റഡീസിലുമൊക്കെ പഠനത്തിലുമൊക്കെ ഒരു മാത്സര്യബോധം വർദ്ധിക്കുക. ഇത് എന്നേക്കാളും മുൻപിൽ അല്ലെങ്കിൽ അവനേക്കാളും അല്ലെങ്കിൽ അവളെക്കാളും മുമ്പിൽ മാർക്ക് വാങ്ങിക്കണമെന്നൊരു വാശി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതൊരു കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നു. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ഒന്നും കൂടി ക്രിട്ടിക്കലായിട്ട് കുട്ടി ചിന്തിക്കും. അതായത് സിമ്പിളായിട്ടുള്ള ചിന്തനയല്ല, ക്രിട്ടിക്കലായിട്ട് കുട്ടികൾ അവിടെ ചിന്തിച്ചു തുടങ്ങും. വീരാരാധന പ്രബലമാകുന്നു. അതായത് പല കാര്യങ്ങളോടുമുള്ള ഇഷ്ടം, അതാണ് ഇവിടെ വീരാരാധന എന്ന് പറഞ്ഞാൽ പറയുന്നത്. ഇനി കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു. ഓടാനും ചാടാനും നിൽക്കാനും ഇതിലൊക്കെയുള്ളൊരു ഇത് വർദ്ധിക്കും. ശ്രമപ്രായ സംഘ പ്രവർത്തനം ശക്തമാകുന്നു. അതായത് പ്രിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റി, അതായത് കൂട്ടുകൂടാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം കോളിങ് കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾ ചെയ്തു തുടങ്ങും. ഇനി ശാസ്ത്രീയ ചിന്തയും ജീവിത മൂല്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടും കുട്ടികൾ രൂപീകരിക്കും. എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവർ കൂടുതൽ അവെയറാവും. ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള ആരാകണം, എന്താവണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ വന്നു തുടങ്ങും. അടുത്തത് ഭാഷാശേഷികളിൽ നിപുണത അല്ലെങ്കിൽ വൈവിധ്യം നേടും. ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ, എഴുതുവാൻ, വായിക്കുവാൻ, അതുപോലെ തന്നെ പറയുവാനൊക്കെയുള്ളൊരു എന്താണ് ടെൻഡൻസി പ്രാസംഗികനും അതുപോലെ തന്നെ എഴുത്തുകാരനും ഒക്കെ ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികൾ അന്ത്യബാല്യത്തിൽ കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യബാല്യം, അന്ത്യബാല്യം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ, അതായത് 3 മുതൽ 12 വയസ്സുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനനം മുതൽ 12 വയസ്സുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ കാണപ്പെടുന്ന സവിശേഷതകളെന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് റേറ്റിംഗ് സ്കെയിലും ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറയുന്നത് നമുക്കത് ബാധകമല്ല. അടുത്തതാണ് വളർച്ചയും വികാസവും. ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും. എന്താണ് വളർച്ച, എന്താണ് വികാസം? ഞാൻ ചോദിച്ചോട്ടെ, കുട്ടികളുടെ വളർച്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? സിമ്പിൾ ചോദ്യമാണ്. നമ്മുടെ കൊച്ചിൻ്റെ വളർച്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? നമ്മുടെ കൊച്ചിൻ്റെ ഗ്രോത്തെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? നിങ്ങൾ എന്നാ പറയുന്നത്? യെസ് ഓർ നോ? എനിക്ക് അത്രയും കേട്ടാൽ മതി. കൊച്ചിൻ്റെ ഒരു വളർച്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ? നമുക്കൊരു കൊച്ചുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ വളർച്ച നമുക്ക് നേരിട്ട് വിസിബിൾ ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ? എന്നാ നിങ്ങളുടെ അഭിപ്രായം? യെസ് ഓർ നോ? എന്നാ അഭിപ്രായം? പറ്റുമോ അതോ ഇല്ലേ? എന്നാ നിങ്ങൾക്ക് തോന്നുന്നേ? നമ്മുടെ കൊച്ച് അതിൻ്റെ ഒരു വളർച്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. പറ്റുമോ ഇല്ലയോ? സിമ്പിളായിട്ട് പറഞ്ഞു, തെറ്റിക്കോട്ടെ, നിങ്ങൾ അതിലോട്ട് പറഞ്ഞു. കൊച്ചിനൊരു വളർച്ചയുണ്ട്, ആ കൊച്ചിൻ്റെ വളർച്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? ആ ഒരു 2 കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ തീരും. കൊച്ചു വളർന്നോ ഇല്ലയോ എന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? യെസ് എന്ന് ഉത്തരം വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് യെസ് തന്നെയാണോ എല്ലാവർക്കും? നോ എല്ലാ ആളേലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ?
എന്നാൽ നമ്മുടെ കൊച്ചിൻ്റെ വളർച്ച നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും, ശരിയല്ലേ? ഇപ്പം എന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ 2 കൊല്ലത്തേക്ക് പുറത്തോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ ആയിരിക്കും പറയുന്നത്, ഉയ്യോ നീ വല്ലാണ്ടങ്ങ് വണ്ണം വെച്ച് പോയല്ലോടാ, അല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് പൊക്കം വെച്ച് പോയല്ലോടാ. എങ്ങനെയാണ് കണ്ടത്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും, ശരിയല്ലേ? കൊച്ചിന് വളർച്ചയുണ്ടോ, അല്ലെങ്കിൽ കൊച്ചിൻ്റെ ശരീരം വളർന്നോ, അല്ലെങ്കിൽ വണ്ണം വെച്ചോ, വണ്ണം കുറഞ്ഞോ, അല്ലെങ്കിൽ വെളുത്തോ കറുത്തോ, അല്ലേ, പൊക്കം വെച്ചോ പൊക്കം കുറഞ്ഞോ, ഇതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് വളർച്ച എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുമോ? നിങ്ങളിലിപ്പം ഞാനിപ്പം നിങ്ങളൊരാളെ എടുത്തു, ഞാൻ പറയാണ് നിങ്ങളിൽ ഇന്ന ഡെവലപ്മെൻ്റ് ഒക്കെ ഇല്ലേ എന്ന് എനിക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓർത്തിരിക്കണം, വളർച്ച എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് നിരീക്ഷിച്ച് നേരിട്ട് അളക്കാൻ പറ്റും. കൊച്ചിൻ്റെ വെയിറ്റ് അളക്കാം, ഹൈറ്റ് അളക്കാം, BMI ഒക്കെ വേണേൽ കണ്ടുപിടിക്കാം. BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും കേട്ടോ. അതൊക്കെ ചോദിക്കുന്നതാണ് BMI കേട്ടോ. BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം സിമ്പിളായിട്ട്. കൊച്ചിൻ്റെ ഹൈറ്റും വെയിറ്റും മാത്രം അറിഞ്ഞാൽ മതി, നമുക്കതിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ വളർച്ച എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിരീക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന സാധനമില്ലേ, വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അങ്ങനെ പെട്ടെന്നൊന്നും പിടുത്തം തരാത്ത ഒരാളാണ്. കാരണം ഒരു കൊച്ചിൻ്റെ വികാസം നേടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊച്ച് വികാസം പൂർണ്ണമായും പ്രാപിക്കണമെങ്കിൽ കൊച്ചിൻ്റെ വൈകാരിക, വൈജ്ഞാനിക, സാമൂഹിക, സാൻമാർഗിക എല്ലാ കാര്യങ്ങളിലും കൊച്ച് എന്ത് ചെയ്യണം? വളരണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കൊച്ചിനുള്ള വികാസം സാധ്യമായി എന്ന് പറയുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ടോ? നിത്യജീവിതത്തിൽ നാം വളർച്ച, വികാസം എന്നീ പദങ്ങൾ ഒരേ അർത്ഥത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഇവ വ്യത്യസ്തമാണ്. സിമ്പിളായിട്ട് പറയാം, ഇവിടെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മാത്രം വായിച്ചാൽ നോക്കിയേ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കോശവിഭജനം മൂലം ഒരു വ്യക്തിയുടെ പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവാണ് വളർച്ച എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെയിറ്റിൽ കൂടുക, അല്ലെങ്കിൽ നമ്മുടെ കോശവിഭജനം മൂലം സെൽസിൻ്റെ ഇൻക്രീസിങ് മൂലം ഒരു വ്യക്തിയുടെ പിണ്ഡത്തിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ മാസിൽ അല്ലെങ്കിൽ വെയിറ്റിലുണ്ടാകുന്ന വർധനവെന്ന് പറയുന്ന പേരാണ് വളർച്ച എന്ന് പറയുന്നത്. അത് പൊക്കം കൂടിയാകാം, വണ്ണം വെച്ചാകാം, വണ്ണം കുറഞ്ഞാകാം, അങ്ങനെ പല രീതിയിലൂടെയാകാം. അപ്പം കോശവിഭജനം മൂലം ഒരു വ്യക്തിയുടെ പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? വ്യക്തിയെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എപ്പോഴും വികാസനെയാണ്. വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനമായ മാറ്റമാണ് വികാസം എന്ന് പറഞ്ഞാൽ വ്യക്തിയെ പതുക്കെ അവനെ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അവനെ ഒരു പൂർണ്ണ വ്യക്തിയാക്കി മാറ്റുന്ന പുരോഗമനപരമായ പ്രോഗ്രസീവായിട്ടുള്ളൊരു ചേഞ്ചാണ് എന്തെന്ന് പറയുന്നത്? വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്, ശാരീരിക വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റങ്ങളാണ്. എന്നാൽ ഇത് പഠിക്കണം, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്, വികാസം എന്നത് ശാരീരികം മാത്രമല്ല, അത് സാമൂഹിക, വൈജ്ഞാനിക, വൈകാരിക, സാൻമാർഗിക ഘടകങ്ങൾ ഉൾപ്പെടുന്ന സമഗ്രമായ, ഈ വാക്ക് ഓർത്തിരിക്കണം, സമഗ്രമായ വളർച്ചയാണ് നമ്മുടെ ആര് പ്രദാനം ചെയ്യുന്നത്? വികാസം എന്നത് പ്രദാനം ചെയ്യുന്നത്. വളർച്ച ആകെ ശാരീരിക വളർച്ച, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന വളർച്ച മാത്രമേ വളർച്ച പ്രദാനം ചെയ്യുന്നുള്ളൂ. ശാരീരികമായിട്ടുള്ള മാറ്റം മാത്രമേ വളർച്ചയ്ക്കുള്ളൂ. പക്ഷേ വികാസം അങ്ങനെയല്ല. അത് ശാരീരികമാകാം, സാമൂഹികമാകാം, വൈജ്ഞാനികമാകാം, വൈകാരികമാകാം, സാൻമാർഗികമാകാം. ഇങ്ങനെ എല്ലാ രീതിയിലുമുള്ള സമഗ്രമായ മാറ്റം. അപ്പോൾ ഇനി സമഗ്രം എന്ന് എല്ലായിടത്തും കേൾക്കും. ഓർത്തിരിക്കണം, സമഗ്രമായ മാറ്റം എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം വരും. ശാരീരികം, സാമൂഹികം, സാൻമാർഗികം, വൈജ്ഞാനികം, വൈകാരികം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നു. അടുത്തത്, വളർച്ച എന്നത് പാരിമാണികമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അളന്നെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ വികാസം ഗുണാത്മകമാണ് എന്ന് പറഞ്ഞാൽ അളന്നെടുക്കാൻ സാധിക്കില്ല. എത്രമാത്രം ഉണ്ടെന്ന് പെട്ടെന്ന് അളന്നെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അടുത്തേക്ക്, വളർച്ച ഒരു അനുസ്യൂത പ്രക്രിയയാണ്. പരിപക്വനത്തോടു കൂടി വളർച്ച നിലനിൽക്കുന്നു. ശരിയല്ലേ? നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നീളം വെച്ച് പോവോ? ഒരു പരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീളം വെക്കത്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വണ്ണം വെക്കത്തില്ല, പിന്നെ വണ്ണം കുറയത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതികൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം വളർച്ച ഒരു അനുസ്യൂത പ്രക്രിയയല്ല, പരിപക്വനത്തോടു കൂടി വളർച്ച നിൽക്കുന്നു. എന്നാൽ വികാസം ജനനം മുതൽ
മരണം വരെ നടക്കുന്ന അനുസ്യൂത പ്രക്രിയയാണ്. പരിപക്വനത്തോടു കൂടി വികാസം എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ ഓർത്തിരിക്കണം, വളർച്ച എന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ നിന്ന് പോകും. പക്ഷേ വികാസം അങ്ങനെയല്ല. എന്താണ്, നമ്മുടെ മരണത്തിന് ശേഷവും ഈ മരണശൈലിയിൽ പോലും എന്താ ഉണ്ടെന്നാണ് പറയുന്നത്, ഈ വികാസം പ്രാപിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, വളർച്ച ബാഹ്യമായ മാറ്റങ്ങളെ കുറിക്കുന്നു എന്ന് പറയാം. പക്ഷേ വികാസം എന്താണ്, സാമൂഹികം, വൈജ്ഞാനികം, വൈകാരികം, സാൻമാർഗികം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതിനാൽ അത് ആന്തരികമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, വളർച്ച എന്നതാണ് ബാഹ്യമായ മാറ്റങ്ങളെ കുറിക്കുന്നു, വികാസം എന്താണ്, ആന്തരിക മാറ്റങ്ങളെ കുറിക്കുന്നു. അത്ര ഓർത്തിരുന്നാൽ മതി. വളർച്ച ബാഹ്യ മാറ്റങ്ങളെ, വികാസം ആന്തരിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള മാറ്റം, വൈജ്ഞാനികമായിട്ടുള്ള മാറ്റം, വൈകാരികമായിട്ടുള്ള മാറ്റം, സാൻമാർഗികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ എല്ലാ മാറ്റങ്ങളെയും കുറിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത്. ഇനിയും വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. പക്ഷേ വികാസം ആരെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്, പരിണത്തെയും പരിപക്വനത്തെയും ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, വളർച്ച എന്നത് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്നാം ക്ലാസ്സിലെ കൊച്ചിനെ പോയി നമുക്ക് ഭരണഘടന പഠിപ്പിക്കാൻ പറ്റുമോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാം ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ? ആണോ? സിമ്പിളായിട്ട് ആലോചിച്ചേക്കും. ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾ പോയി പഠിപ്പിക്കുകയാണ്, ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് വല്ല മനസ്സിലാവുമോ? അവരേതപ്പാ കോതമകനെന്ന് വെച്ചാൽ വായും പൊളിച്ച് അവിടെ ഇരിക്കും അല്ലേ? അതായത് ഓരോ പ്രായത്തിലും കുട്ടികൾ നേടേണ്ട ചില ശേഷികളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. അതിനെ എന്താണ്, നമ്മുടെ വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. അതായത് അത് യാതൊരു കാര്യമില്ലാതെ വളർന്നു. പക്ഷേ വികാസം പ്രാപിക്കണമെങ്കിൽ പഠനത്തെയും പരിപക്വനത്തെയും അത് ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട ഓരോ കാര്യങ്ങൾ കുട്ടികൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ശരിയായിട്ടുള്ള എന്തുണ്ടാകത്തുള്ളൂ, വികാസം പ്രാപിക്കുകയുള്ളൂ. അടുത്തത്, വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സഞ്ചിതമായതിനാൽ നേരിട്ട് നിരീക്ഷിക്കാനും മാപനം ചെയ്യാനും സാധിക്കും. ഉണ്ടോ? എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സഞ്ചിതമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരംഭം മുതൽ കാണാൻ പറ്റും. അതുകൊണ്ട് അതിനെ നേരിട്ട് നിരീക്ഷിക്കാനും മാപനം ചെയ്യാനും, മാപനം എന്ന് പറഞ്ഞാൽ അളക്കുവാൻ അല്ലെങ്കിൽ അളന്നെടുക്കുവാൻ കേട്ടോ. മാപനം എന്ന വാക്കിൻ്റെ അർത്ഥം അളന്നെടുക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ വികാസ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതും വളർച്ചയതുപോലെ കൃത്യമായി മാപനം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് എത്രമാത്രം ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അളന്നെടുക്കാൻ പറ്റുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും എത്രമാത്രം ബുദ്ധിയുണ്ടെന്ന് എനിക്ക് അളന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം വികാസം എത്രമാത്രമുണ്ടെന്ന് അളന്നെടുക്കാൻ സാധിക്കില്ല. എനിക്ക് എത്രമാത്രം ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് അളന്നെടുക്കാൻ പറ്റുമോ? എൻ്റെ EQ അളന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ അളന്നെടുക്കാൻ പറ്റുമോ? ഇല്ല, കിട്ടത്തില്ല, കൃത്യമായിട്ട് കിട്ടത്തില്ല കേട്ടോ. എൻ്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അളന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ ആർക്കെങ്കിലും ദേഷ്യം എനിക്ക് അളന്നെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓർത്തിരിക്കണം, വികാസഫലമായി ഉണ്ടാകുന്ന പലതും വളർച്ചയതുപോലെ കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ വളർച്ച നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. 2 പോയിന്റ് കൂടി ഉള്ളൂ. കണ്ടോ, വളർച്ച എന്നത് വികാസത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. പക്ഷേ വികാസം എന്നത് വളർച്ച ഇല്ലാതെ തന്നെ ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ എന്താണ് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള പിള്ളേരൊക്കെ. എന്താണ്, അവർക്ക് വളർച്ചയില്ലെങ്കിൽ പോലും അവർക്ക് വികാസം, ചിലപ്പോൾ നല്ല പാട്ട് പാടാനും നല്ലപോലെ കണക്കൂട്ടൽ നടത്താനും നല്ലപോലെ എഴുതുവാനും നല്ലപോലെ പടം വരയ്ക്കാനൊക്കെ കഴിവുള്ള പിള്ളേരുണ്ട് അല്ലേ? അവരിലെന്താണ്, ശരീരത്തിന് വളർച്ചയില്ലെങ്കിൽ പോലും വികാസപരമായിട്ട് അവർ വളർന്നതിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഓർത്തിരിക്കണം, വളർച്ച എന്നത് വികാസത്തിന് കാരണമായെന്നോ അല്ലെന്നോ വരാം. പക്ഷേ വികാസം എന്താണ്, വളർച്ച ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ഉണ്ടാവാം. ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. അടുത്തത്, വളർച്ച വികാസ പ്രക്രിയയിലെ പല അംശങ്ങളിൽ ഒന്ന് മാത്രമാണ്. പക്ഷേ വികാസം കൂടുതൽ വിപുലവും സമഗ്രവുമാണ്. അത് വ്യക്തിയുടെ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, വളർച്ചയും വികാസവും രണ്ടും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാൽ നിങ്ങളിപ്പോൾ ആരെ ചൂസ് ചെയ്യും? വളർച്ച ചൂസ് ചെയ്യുമോ, വികാസം ചൂസ് ചെയ്യുമോ? ആരെ ചൂസ് ചെയ്യും? ഗ്രോത്തിനെ ചൂസ് ചെയ്യുമോ, ഡെവലപ്മെൻറ്റിനെ ചൂസ് ചെയ്യുമോ? ആരെ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും കേട്ടിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വളർച്ചയാണോ ഇമ്പോർട്ടൻ്റ്, വികാസമാണോ ഇമ്പോർട്ടൻ്റ് ചോദിച്ചാൽ നിങ്ങൾ ആരെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്? ഗ്രോത്തിനെയാണോ ചൂസ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ഡെവലപ്മെൻറ്റിനാണോ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഒബ്വിയസ്ലി നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ വികാസത്തെയാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം വളർച്ച എന്നത് നമ്മൾ പറഞ്ഞില്ലേ, സാധാരണയായിട്ടൊരു കൊച്ചു ജനിച്ച് ഭൂമിയിലേക്ക് വന്നാൽ അവൻ തന്നെ വളർന്നോളും. ഫുഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, എന്താണ് കഴിക്കാൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും വളരാനുള്ളത് അവൻ വളരും. പക്ഷേ വികാസമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫിൽ ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ വികാസം
വളർച്ചയെ നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുട്ടികളുടെ വികാസത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തേ പറ്റത്തുള്ളൂ. അത് എന്തൊക്കെയുണ്ട്? സാമൂഹിക, വൈജ്ഞാനിക, വൈകാരിക, സാൻമാർഗിക എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വികാസം നമ്മൾ ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ കുട്ടികളെ നല്ല പൗരന്മാരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന എന്താണ്? വികാസ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ വികാസത്തിൻ്റെ ഓരോ തത്വങ്ങൾ, പ്രിൻസിപ്പിൾ ഡെവലപ്മെൻറ്റ്, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഈ ഫിസിക്കലിനകത്ത് പഠിച്ച ഇത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അത് ഇൻ്റർലൈൻ ചെയ്ത് കടന്നു പോകാം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചു ശിശു വികാസം എങ്ങനെയാണെന്ന് പഠിച്ചു. ആദ്യം നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ ഒരു പ്രായപരിധി അല്ലെങ്കിൽ ഒരു കൊച്ചിൻ്റെ താരതമ്യം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മുടെ വികാസഘട്ടവും ഏകദേശ പ്രായപരിധി നമ്മൾ കണ്ടു. അത് പ്രാഗ്ജന്മഘട്ടത്തിൽ 3 എണ്ണം ഉണ്ട്: ബീജാകരണ ഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം. അതുപോലെ തന്നെ ജനാന്തര ഘട്ടത്തിന് അത് ശൈശവം, ആദ്യബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം എന്നിങ്ങനെ 3 വയസ്സ് ഡിഫറൻസിൽ ഓടുന്നു. പിന്നെ കൗമാര, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെയുണ്ട്. അതിനുശേഷം നമ്മൾ ശൈശവത്തിലുണ്ടാകുന്ന കുട്ടികളുടെ പൊതുപ്രകൃതങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ആദ്യബാല്യത്തിലുണ്ടാകുന്ന, മധ്യബാല്യത്തിലുണ്ടാകുന്ന, അന്ത്യബാല്യത്തിലുണ്ടാകുന്ന കുട്ടികളുടെ പ്രകൃതങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് വളർച്ചയും വികാസവും. വളർച്ചയും വികാസത്തിനകത്ത് നമ്മൾ പഠിച്ചു വികാസത്തിനാണ് നമ്മൾ കുട്ടികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. വളർച്ച വികാസമില്ലാതെ തന്നെ ഉണ്ടായെന്ന് വരാം. പക്ഷേ വികാസം എന്താണ്? എല്ലാത്തിനെയും മാനിച്ചു പോകുന്ന ഒന്നാണ് വികാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള എന്ത് കൊടുക്കണം? ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയോ?